ബാങ്ക് വിളിക്കുന്നത് മഹാ അപരാധമായി മാറിയിരിക്കുകയാണ് ഗൈസ്. കാമി ചേച്ചി എന്തൊക്കെ പറയുന്നുണ്ട്? പറയടി കാമി. നുണകൾ മാത്രം പറയാൻ വായ തുറക്കുന്ന കാമിയുടെ ടൈം ലൈൻ കണ്ടിട്ടുണ്ടോ? ലൈവ് ഇരിക്കും, എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പറയും കുഴപ്പമാണ്. ആര് കുഴപ്പം? എല്ലാം ഈ തെറിയാണ് വിളിക്കണമെന്ന്. അവരെ ശത്രുക്കളെല്ലാം അവരെ തെറിയാണ് വിളിക്കണമെന്ന്. പക്ഷെ അവരുടെ ടൈം ലൈൻ നോക്കിയാൽ മൊത്തം കുഴപ്പം പിടിച്ച തെറികളാണ് എഴുതി വെക്കുന്ന ശിവനെ. ഏതായാലും ഒരു കാര്യം കേൾക്കാം. ആപ്പിയിലും മൂഞ്ചിയല്ലോ നാഥ. മതേതര രാജ്യത്ത് ബാങ്ക് വിളി അനുവദിക്കില്ല അല്ലെന്ന് കോടതി. അതാണ് ക്യാപ്ഷൻ. നോക്കിക്കൊള്ളാം കേട്ടോ. അതായത് ഇവളിങ്ങനെ വരുത്തി തീർക്കുകയാണ്. ഇവളുടെ ഒരു ചാനലിന്റെ ഒരു കൂടുതൽ വ്യൂ കിട്ടുന്നത് ഏതെന്നറിയാമോ? ഇവിടെ ഈ കള്ളം പറയുന്നതിനാണ് കൂടുതൽ വ്യൂ കിട്ടുന്നത്. അതിപ്പോ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പം ആളുകൾ വിചാരിക്കും, ഓ മുസ്ലിങ്ങൾ ആരോ അപ്പീൽ കൊടുത്തു, ആ അപ്പീൽ മൂഞ്ചിപ്പോയി, അതാണെന്നാണ് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ തള്ളി കയറുന്നത്. വാസ്തവത്തിൽ അതൊന്നുമല്ല. അവിടെ അങ്ങനെ ഒരു അപ്പീലും ആരും കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ ഒരു 20 വർഷം മുമ്പ് തന്നെ സുപ്രീം കോടതി വിധി എന്ന് പറയുന്ന നിയമമാവുന്ന ഒരു സംഗതിയാണ്. അപ്പം സുപ്രീം കോടതിയിൽ പി സുമനൻ എന്ന് പറയുന്ന യുക്തിവാദി പോയി കേസ് ഫയൽ ചെയ്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഒരു വിധി കിട്ടി. ആ വേർഡിക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഉച്ചഭാഷണി ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി, അതിനൊരു പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടുതൽ സൗണ്ടിൽ ഈ ഉച്ചഭാഷണി വെച്ചാൽ അവർക്ക് അതിനെതിരെ പരാതി കൊടുക്കാം. പരാതി കോടതിയിലൊന്നും പോവണ്ട, അതത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ അവരൊന്ന് മൈക്ക് ഊരിക്കൊണ്ട് പോകും. മൈക്ക് പിന്നെ പോലീസ് അവിടെ പോയി പോലീസിന്റെ അടുത്ത് പോയി ഫൈൻ കെട്ടിയിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റും. അപ്പം ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിൽ ചില പരിമിതികൾ വേണമെന്നും നിർബന്ധമായും അത് ഹൗസിംഗ് ഏരിയയിൽ പാടില്ല എന്നും ഒക്കെ കോടതി വിധിയുണ്ട്. ഓക്കെ, ആ വിധി ഇവിടെ നിൽക്കുകയാണ്. ഇവർ പറയുന്നത് കേട്ടത്തൊന്നും ചായടിക്കാരൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഈ വിധിയൊക്കെ വന്നത്. തള്ളച്ച അങ്ങനെയാണ് ഇപ്പോൾ താളി മറിയുന്നത്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ UP ചിന്തയേ ഉള്ളൂ. യോഗിയാണ് ഇപ്പോൾ കണ്ണ്, അതാണ് വസ്തുത. ഏതായാലും കുറച്ച് വായ്ത്താളം കേൾക്കാം പ്ലീസ് കേട്ടോ. നിങ്ങൾ എക്സ്ക്യൂസ് തരണം. ഇത് കേൾക്കാതെ പറഞ്ഞൊരു രസമുണ്ടല്ലോ, ഒരു ഗുമ്മുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് എനിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് പ്രയോജനമൊന്നും കിട്ടത്തില്ല. ഇപ്പം മോണിറ്റൈസേഷൻ കേട്ടാവും. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണാവുള്ളൂ. അല്ല വെച്ചാൽ എനിക്ക് പ്രശ്നം അതുകൊണ്ടാണ്. ഓക്കെ, കേൾക്കാം. ഏതാണ്ട് ഇന്ത്യയിൽ 6 ലക്ഷത്തോളം മുസ്ലിം പള്ളികളുണ്ട്. ഈ പള്ളികളിൽ നിന്നെല്ലാം 5 നേരം വീതം ഉയരുന്ന ബാങ്ക്. അടുത്ത് താമസിക്കുന്നതെല്ലാം മുസ്ലിങ്ങളല്ല. കണ്ട പൊട്ടത്തരവും കള്ളത്തരവുമേ ഈ തളച്ചി പറയുള്ളൂ. ഈ മുസ്ലിം പള്ളികൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 40 കുടുംബം ചേർന്നാൽ ഒരു പള്ളി വേണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവരെല്ലാവരോടും ഐക്യ കണ്ടതിന് ഒരു തീരുമാനമെടുക്കും. നമുക്ക് നമസ്കരിക്കാൻ ഒരു സ്പേസ്, നമ്മുടെ കുഞ്ഞുങ്ങളെ വേദം പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സ്പേസ്, അത്യാവശ്യം കല്യാണ കാര്യങ്ങൾ, വീട്ടിലെ വിശേഷ ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു പണ്ഡിതൻ വേണം. ആ പണ്ഡിതനിക്ക് കിടക്കാനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ സാധിക്കാനുമുള്ള ഒരു സ്പേസ്. വെള്ളിയാഴ്ചയ്ക്ക് എല്ലാവർക്കും കൂട്ടത്തോട് പോയി കുത്തുബ നടത്താനൊരു സ്ഥലം. ഇതാണ് പള്ളി എന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായത്. പിന്നെ ഖബറിടത്തുണ്ടെങ്കിൽ, ഖബറിസ്ഥാൻ ഉണ്ടെങ്കിൽ അവിടെ ഖബറടക്കവും നടക്കും. അപ്പൊ ഇതാണ് പള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മുസ്ലിങ്ങൾക്കല്ലേ ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് മുസ്ലിം പള്ളിയോ? അതെന്തുവാ ഈ പറയുന്ന കള്ളത്തരം നമ്പർ 1. അടുത്ത് കേൾക്കാം. മുസ്ലിം ഏരിയകൾ കേന്ദ്രീകരിച്ചു മാത്രമല്ല മസ്ജിദുകൾ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ കൊച്ചുവെളുപ്പാങ്കാലത്തൊക്കെയുള്ള ഈ വിളിച്ചുകൂക്കൽ സ്വാഭാവികമായിട്ട് വിഷമം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ കോടതിയുടെ ഉത്തരവ് കൂടി ഉള്ളതാണ് ഈ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച്. എന്നിട്ട് പോലും കോടതി അലക്ഷ്യം നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. കോടതി അലക്ഷ്യം. നീ ഒരു കാര്യം ചെയ്യും, നീ അങ്ങ് UP പോ. ശല്യമേ, ഇവിടെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നീ ഇവിടുന്ന് കയറി പോടി ശല്യമേ. നിന്നെ ഇവിടെ ആർക്ക് വേണം? നീ UP പോയിരുന്ന് യോഗിയുടെ കൂടെ ഇരുന്നിട്ട് ഈ കൂവലിനെതിരെ പ്രതിരോധിക്കും. അവിടെ ആകുമ്പോഴത്തേക്ക് മുസ്ലിം പള്ളിയൊന്നും കാണത്തില്ല. നീ അവിടെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരോട് വിചാരിച്ച ബുൾഡോസർ വെച്ച് അത് ഇടിച്ചു കളയാലോ. നീ അയാളും ആകുമ്പോൾ ചേരും, ചൊല്ലങ്ങോട്ട്. അതാണ് നല്ലത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറഞ്ഞ നിയമം, ഈ നിയമമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കണ്ടിന്യൂസ്ലി പറയണം. പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പം നമ്മളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്ന കണക്ക് നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ 295A 153A വെച്ചാണ് നമ്മൾ കേസ് കൊടുക്കണം. 153A എന്ന് പറയുമ്പോൾ കലാപാഹ്വാനമാണ്. 295A എന്ന് പറയുന്നത് പഴയ നിയമമാണ്. ഇപ്പോഴത്തെ BNS എനിക്ക് അറിയാത്തത് കൊണ്ടാണ്. 295A എന്ന് പറഞ്ഞാൽ ഇതേപോലെ മതസ്പർദ്ധത, മതവികാരം ആണ് നമ്മൾ അത് കൊടുക്കുന്നത്. ഇന്ന് വരെ 295Aക്ക് ഒരാൾക്കും ശിക്ഷ കിട്ടിയിട്ടില്ല. ഒരാളെയും ശിക്ഷിക്കാറില്ല എന്നാണ്, ഒരാളെയും തൂക്കിക്കൊല്ലാറില്ല എന്നാണ് എൻ്റെ അർത്ഥം. 153A പ്രശ്നമാണ്. അതിന് ചിലപ്പോൾ പെനാൽറ്റി വരും, ചിലപ്പോൾ ജയിൽവാസം പോലും വരാൻ ചാൻസ് ഉണ്ട്. കലാപാഹ്വാനം എന്ന് പറയുന്നത് ഡേഞ്ചറാണ്. നമ്മൾ ഇവർക്കെതിരെ കൊടുക്കുന്ന സാധനം 295A ആയിരിക്കും. ഇതിൽ ഇവർക്ക് കിട്ടുന്ന ശിക്ഷ അല്ലെങ്കിൽ ഇവരോട് പറയുന്നത് വാണിംഗ് ആയിരിക്കും കൊടുക്കാം. ഇനി മുതൽ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ, അവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ നിങ്ങൾ വീഡിയോ ചെയ്യരുത് എന്ന് പറയും. അത് കഴിഞ്ഞ് വീണ്ടും അവരെ കളിയാക്കുന്ന രീതിയിലും അവരെ അവഹേളിച്ചുകൊണ്ടും ഇട്ടാൽ അടുത്ത് സംഭവിക്കുന്നത് എന്തായിരിക്കും? അടുത്ത് സംഭവിക്കുന്നത് സിമ്പിളാണ്, കോടതി അലക്ഷ്യം. അതിന് ജാമ്യമില്ല, പിടിച്ചകത്തങ്ങിടും. ഇപ്പോൾ
ലെവൽ അവിടെ പോയി ഇരിക്കണമെന്ന് അറിയാമോ? ആരിഫ് കിണ്ണൻ അവിടെ പോയത് എന്തിനാന്ന് മനസ്സിലായോ? ആരാ സപ്പോർട്ട് ചെയ്യണമെന്ന് മനസ്സിലായോ? അവിടെ ഇപ്പം മെയിൻ ആയിട്ടുള്ളൊരു ജോലി സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള ജോലി സാധ്യത, ഒന്ന് ഈ കെയർടേക്കറിൻ്റെ വിസയാണ് കിട്ടുക, 2 കാർഷിക ജോലിക്കാണ് കിട്ടുക, കർഷകനായിട്ടാണ്. അപ്പം ഇത് രണ്ടിനും അല്ലല്ലോ പുള്ളി അവിടെ പോയിരിക്കുന്നത്. അപ്പം എന്തിനാണെന്ന് പറഞ്ഞാലും അങ്ങനെ വിസ കിട്ടാൻ കേസുകൾ കൊടുത്താൽ ഉപകരിക്കുമെന്നാണ് പറയണേ. ഇവരവിടെ പോട്ടെന്നെ, ഇവർ മറ്റ് രാജ്യങ്ങളിൽ പോയി നിന്നാൽ മാത്രമേ കേരളം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. ഇന്ത്യയുടെ ജനാധിപത്യം എന്താണെന്ന് അവർക്ക് മറ്റ് രാജ്യങ്ങളിൽ പോയി നിന്നാൽ മാത്രമേ കടത്തി വിടുകയാണ് വേണ്ടത്. വിറ്റുകൾക്ക് അങ്ങനെ തന്നെ വരണം. അപ്പോൾ ഇവർക്ക് എതിരെ നമ്മൾ കേസ് കൊടുക്കുന്നു. അടുത്ത പ്രോസസ്സ് എന്താണ്? അവരെ വാൺ ചെയ്ത് വിടുന്നു. അതിൻ്റെ അടുത്ത പ്രോസസ്സാണ് ഇതേപോലെ ഇരുന്ന് വീണ്ടും വായ്ത്താളം പറയുന്നു, നമ്മൾ വീണ്ടും കൊണ്ട് പെറ്റീഷൻ കൊടുക്കുന്നു, കോടതി ഇലക്ഷൻ, ജാമ്യമില്ലാ വകുപ്പ്. ഒരു 5 ദിവസമെങ്കിലും ഇതിൻ്റെ റെസ്റ്റ് കൊടുക്കണ്ടേ? ഒന്നുമില്ലല്ലോ, നമ്മളെ ഒച്ചല്ലേ, ഉള്ള തൊണ്ട പൊട്ടിച്ചാവൂലേ? കാണുന്നില്ലേ എന്തൊരു ഉത്സാഹമാണെന്ന് അറിയണം. വൈക്ലഭ്യം അങ്ങ് മുറ്റി നിൽക്കുകയാണ് തള്ളയ്ക്ക്. അപ്പൊ ആ വിഷയമൊന്നും ഇതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ, ബാക്കി കേൾക്കാം. ഇതിനെ ചോദ്യം ചെയ്താൽ മതസ്പർദ്ധ, മുസ്ലിം മതവികാരം വ്രണപ്പെട്ടു എന്ന രൂപത്തിലാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോടതിയെ ധിക്കരിക്കാനേ ഈ കുട്ടികൾക്ക് കഴിയുന്നു എന്നതാണ്. അതിപ്പോ ഉണ്ടായിരുന്നടി, ആരിഫ് കിഡ്നപ്പൻ ഇപ്പോഴും ഒരു കോടതിയെ ലക്ഷ്യ കേസ് വന്നായിരുന്നു. അവർ ഒരു കേസ് കൊടുത്തതിനെതിരെ വീണ്ടും ഇരുന്നുകൊണ്ട് വൃത്തികേടുകൾ പറഞ്ഞതിന് ഒരു കോടതി ലക്ഷ്യം ഉണ്ടായിരുന്നു. ജാമ്യമില്ല വകുപ്പിന് അകത്ത് പോകേണ്ട കേസാണ്. അത് ചിലപ്പോൾ ഒളിച്ചോടിയതായിരിക്കാനും ചാൻസ് ഉണ്ട്. എൻ്റെ ഡാർലിംഗ് അയാളുടെ കാര്യം പറഞ്ഞത്, അല്ല വേറെ ആർക്കും ഇതിനൊക്കെ നേരം. മെച്ചമായിട്ട് കാര്യം ഇവിടെ ലൗഡ് സ്പീക്കർ ഉപയോഗത്തെ സംബന്ധിച്ച് 100 ആയിരക്കണക്കിന് പരാതികളാണ് കോടതികളിൽ കൂടി കിടക്കുന്നത്, പോലീസ് സ്റ്റേഷനുകളിൽ കൂടി കിടക്കുന്നത്. കോടതിയിൽ കൂടി കിടക്കണമെന്ന് പറയുന്നത് ശുദ്ധ നുണയും അസംബന്ധവും. ഓൾറെഡി നിയമം വന്നിട്ടുണ്ട്. അതായത് ഞാൻ അതാണ് പറഞ്ഞത്, സുപ്രീം കോടതി വരെ പോയി ഒരു നിയമം പാസ്സാക്കി കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ പ്രകാരം കോടതിയിലേക്കൊന്നും പോകണ്ട. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ പോലീസുകാരുടെ ഉത്തരവാദിത്തമാണ് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നതിന് റിമൂവ് ചെയ്ത് ദൂരെ കളയാൻ. പബ്ലിക് ന്യൂയിസൻസ് വകുപ്പിൽ വരും. ഇവിടെ ഒരുപാട് പേര് അത് ചെയ്തിട്ടുണ്ട്. കെട്ടിയൊന്നും കിടക്കത്തില്ല. ഇന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഭയങ്കര ശല്യമാണ്. നിങ്ങൾ അതൊന്ന് ഞങ്ങൾക്ക് വേണ്ടിയും ചെയ്ത് ഫോൺ കോളിൽ വിളിച്ചോ, അല്ല പോലീസ് ലാൻഡ് ചെയ്യും, ഊരിക്കൊണ്ടും. അതിനി പള്ളിയിലച്ഛൻ പറഞ്ഞാലും കേൾക്കൂല, പൂജാരി പറഞ്ഞാലും കേൾക്കത്തില്ല, ഉസ്തു പറഞ്ഞാലും കേൾക്കത്തില്ല, ഒരാൾക്കും അത് സംഭവിക്കത്തില്ല. അവരപ്പം ഊരിക്കൊണ്ടും. അത് പബ്ലിക് ന്യൂയിസനാണ്. നാട്ടുകാരുടെ സമാധാനവും സ്വസ്ഥതയുമാണ് മെയിൻ, ബാക്കിയുള്ള മതബോധത്തിനേക്കാൾ. ഇവിടെ കള്ളത്തരമാണ് പറയണെന്നാ പറഞ്ഞത്. സംഖ്യകളെ പറ്റിക്കാൻ നല്ല എളുപ്പമടി. അതൊന്നും ഇവിടെ നിയന്ത്രിക്കാനോ അതല്ലെങ്കിൽ കോടതി തീരുമാനത്തിന്, കോടതിയുടെ ഉത്തരവിനെ പോലും ലംഘിക്കത്തക്ക രൂപത്തിൽ ഒരു മതവിഭാഗം ഇവിടെ യഥേഷ്ടം അവരുടെ തോന്നിയതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ചോദിച്ചാൽ അവരോട് ആഗ്രഹിക്കും. പക്ഷെ നിർഭയം വളരെ. അല്ലടി, നീ എന്താ വിചാരിക്കണേ? ഇതിപ്പോ ആരും ഇവിടെ ഇത് പരിഹരിക്കണമെന്നാണ്? ഇതൊരു കാര്യം ചെയ്യും, UP-യിലേക്ക് ചെന്ന് കെട്ടിക്കേറിയിട്ട് അവിടെ നിന്ന് യോഗി അണ്ണനെയും ചായ അടിക്കാരനെയും കൊണ്ട് ഇങ്ങോട്ട് പോര്, എന്നിട്ട് നീ മൂക്കി കയറ്റ്. ഇതിപ്പോ ആര് പരിഗണിക്കണമെന്ന്? ചേടാ, ഇതിപ്പോ ആര് പരിഗണിക്കാതെ ഉള്ളത്? എന്തൊക്കെ പറയും. ചില മാധ്യമങ്ങൾ മാത്രമാണ് ഈ വസ്തുതകൾ തുറന്നു പറയാൻ ധൈര്യപ്പെടാറുള്ളത്. 6 ലക്ഷത്തിൽ കൂടുതൽ മുസ്ലിം പള്ളികളുണ്ട് ഇന്ത്യയിൽ. 3ാമത്തെ മുസ്ലിം രാഷ്ട്രമാണ്, ഭൂരിപക്ഷ രാഷ്ട്രമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, 3ാമത്തെ മുസ്ലിം രാഷ്ട്രമൊക്കെ തന്നെയാണ്. പക്ഷേ പാകിസ്ഥാനെയും ഇന്തോനേഷ്യയെയും തള്ളി ഇന്ത്യ മുസ്ലിം ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കും. അറിഞ്ഞോ? 12% എന്നുള്ളത് അങ്ങോട്ട് മാറി. നിങ്ങളാണ് നമ്പർ 1 ആവാൻ പോണത്. പഠിത്തോലേ മുസ്ലിങ്ങളാണ് ഇനി അടുത്ത്. അങ്ങനെ ഇന്ത്യ മതേതര രാജ്യം എന്നതിനപ്പുറം ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണ്. ഇവിടെ ഇസ്ലാം വരികയാണ് കൂട്ടുകാരെ, വരികയാണ്. ഞാൻ വല്ല പറഞ്ഞാൽ കൂടിപ്പോവും. അതെന്തടി, ബാക്കി ഹിന്ദുവും ക്രിസ്ത്യൻസും ഒക്കെ മച്ചികളായ അവർ പെറൂലേ? എന്തൊക്കെയാ പറഞ്ഞാൽ മുമ്പ് ഇവിടെ പറയും. സ്കൂളുകളുടെ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഇസ്ലാം വിഭാഗത്തിന്റെ ഇൻക്രീസ് ഒന്ന്. അവർ 3-4 ഒക്കെ പെറും, അല്ലെങ്കിൽ പോയിട്ട് ഒരു 5-6 പെറുന്ന് വയ്ക്കുക. കൊച്ചുങ്ങളെയൊക്കെ നോക്കാൻ പാങ്ങുള്ള ഒരു 5-6 പെറട്ട്, അതില്ലാത്തൊരു 1-2 ഒതുക്കും. ഈ ജനസംഖ്യാ വർധനവ് ഒരിക്കലും ഒരു രാജ്യത്തിന് ശോഭ നൽകത്തില്ല എന്നുള്ളത് വസ്തുത. അത് ഇസ്ലാമിയരൊന്നും മനസ്സിലാക്കുന്നത് നല്ലത്. പക്ഷേ നമ്മളുടെ അവസ്ഥയ്ക്ക് നമ്മൾ ജനസംഖ്യ കൂട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആള് കൂടട്ടെന്ന്, അപ്പോഴേ അപ്പുറത്തുള്ള ഇളക്കം തീരുള്ളൂ. ഇതുങ്ങൾക്ക് ഈ പറയുന്ന രാഷ്ട്രബോധം തീരെ ഇല്ലാത്തത് കൊണ്ടാണ് ഒരു കാര്യവും ഇല്ലാണ്ട് അനാവശ്യമായി ഒരു വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ പോക്കത്തരമാണ്. ഈ പെണ്ണുണ്ടെങ്കിലേ വാസ്തവത്തിൽ സംഖ്യകളെ പറ്റിക്കുകയാണ്. സംഖ്യകളെ വിചാരം എന്ന് പറയുന്നത് സംഖ്യകൾക്ക് വേണ്ടിയിട്ടാണ് ഇവള് വലിയ വായ്ത്തളം. ഒന്നുമല്ല, അവരെ പറ്റിക്കുകയാണ്. ഇതൊക്കെ കള്ളത്തരമാണെന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവത്തില്ലേ? എന്തുകൊണ്ട് അവൾ മറ്റൊരു വിഭാഗത്തിൻ്റെ അടുത്ത് കാര്യം പറയുന്നില്ല? കോമൺ സെൻസ് കൂടുതലുള്ളവരാ. സംഖ്യകൾക്ക് ദേ ഇവിടെ ഒന്നുമില്ല, ഒള്ളി ഷിറ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. അതാണ് കുഴപ്പം. അതുകൊണ്ട് അവന്മാർ ചിന്തിക്കത്തില്ല. അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനസംഖ്യയുടെ കണക്കെടുത്ത് നോക്കി ആ പൊട്ടൻ മൊബൈൽ കയ്യിരിക്കുന്നവന്മാരായിരിക്കുമല്ലോ, ഒന്ന് ഞോണ്ടി നോക്കി അതിനകത്ത് കാണാമല്ലോ എങ്ങനെയാണ് എൻ്റെ റേഷ്യോ.
ഇവിടെ 2 കുട്ടികളുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ഹിന്ദുവിൻ്റെ കുട്ടിക്ക് 2 കുട്ടികൾ ഉണ്ടാവത്തില്ല. എന്താ അവരുടെ കുട്ടികൾ ആവിയായിട്ട് പോകും. മെജോറിറ്റി വരുന്ന ഇപ്പം ഇവിടുത്തേക്ക് ഒരു രീതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി വരുന്ന ഇസ്ലാമിക ഔട്ട്സൈഡാണ്. ഇവിടെ കുറവാണ് ആളുകൾ. ഇപ്പം വിദേശത്തൊക്കെ താമസിക്കുന്നവരാണ് അധികമുള്ളത്. അവർ എൻഡ് ഓഫ് ദ ഡേ ഇങ്ങ് വരുന്നു തന്നെ അപ്പുറം മിക്കവാറും ആ കുട്ടികളൊക്കെ അബ്രോഡിലാണുള്ളത്. സൗദി, ഖത്തർ, കുവൈറ്റ്, ദുബായ് അവിടങ്ങളിൽ തന്നെയാണ് ഒരുപാട് മുസ്ലിംസ് ഉള്ളത്. മലയാളി 75% ഇന്ത്യ അവരുടെ ജനസംഖ്യയിൽ 75% നമ്മളാണെന്നാണ് അവരുടെ ഒരു കണക്ക്. അപ്പോൾ ഇതൊക്കെ കള്ളത്തരങ്ങളാണ് ഈ സ്ത്രീ പറയുന്നത്. ഇതുകൊണ്ട് അവക്ക് കുറച്ച് റീച്ച്, അത്യാവശ്യം വ്യൂ, തിരിച്ചിക്കിലി, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒരു പ്രയോജനവും ഇല്ലാത്ത വായ്ത്താളമാണ്. 2 വർഷം മുമ്പ് അല്ലെങ്കിൽ 20 വർഷം മുമ്പ് ഇവിടെ കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോലും ആക്ഷൻ എടുക്കുന്ന ഒരു വിഷയത്തിനെയാണ് കോടതിയുടെ ലക്ഷ്യം, കോടതി വിഷയം, കോടതി എന്നൊക്കെ പറഞ്ഞങ്ങ് തകർത്ത് തള്ളി മറിപ്പ. എന്നിട്ട് പേര് നമ്മൾ ആരെങ്കിലും സ്വന്തം പേര്, ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ നമ്മൾ എഴുതും ഡോക്ടർ, എൻ്റെ പേര് ഡോക്ടറാണെങ്കിൽ ഡോക്ടർ ഷെഫീനാന്ന് എഴുതും, ഇല്ലേ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇണ്ടാതിടും. അതേപോലെ ഡോക്ടറേറ്റ് കിട്ടിയാൽ പോലും ഇപ്പോൾ മമ്മൂട്ടിയുടെ പേര് മുഹമ്മദ് കുട്ടി എന്നാണ്, അദ്ദേഹത്തിന് ഡോക്ടർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും സിനിമയുടെ പോസ്റ്ററിലോ മറ്റോ ഡോക്ടർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് അത് കിട്ടിയതാണ്, സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്. എവിടെയെങ്കിലും എഴുതുക? മോഹൻലാൽ ഉണ്ടോ? വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് സ്വയം പ്രഖ്യാപിത ടീച്ചറാണ്. എന്നാൽ TTC സർട്ടിഫിക്കറ്റ് കാണിയത്, BEd കാണിയത്, അല്ലെങ്കിൽ പോട്ടെ മദ്രസയിൽ അത് കാണും, ഒരു വാഴേ ഇല്ല കയ്യിൽ. പക്ഷെ ഞാൻ ടീച്ചറാണ്. അത് നമുക്ക് മനസ്സിലായി. ഡ്രൈവിംഗ് സ്കൂള് എന്ന യാഥാർത്ഥ്യം ഏതാണ്ട് 90% മാധ്യമങ്ങളും ഒതുക്കി വെക്കുമ്പോൾ, ഒളിപ്പിച്ചു വെക്കുമ്പോൾ, ഈ 90% മാധ്യമങ്ങളും ഇവിടെ കണ്ടന്റ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പാലെ നടക്കുകയാണ്. ഇപ്പോൾ മഞ്ജു വാര്യർക്ക് പ്രേമലേഖനം കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് മെയിൻ ധാര വാക്യങ്ങൾ. അപ്പൊ പിന്നെ ഇത് വെറുതെ വിടുവോ? എന്തിന്? അങ്ങ് ഗൾഫിലെങ്ങാണ്ട് ഇരുന്നുകൊണ്ട് മുത്തലാക്ക് പറഞ്ഞെന്ന് പറഞ്ഞു ഒരു മദ്രസാധ്യാപകനെ എടുത്തു വെച്ചിട്ട് ഉടുക്കുന്നുണ്ട്. ചെറിയൊരു സാധനം കിട്ടിയ പറ്റുള്ളൂ, വിട്ടുവോ? ഭയം പറയുന്ന ചില മാധ്യമങ്ങളും ഉണ്ട് കേട്ടോ. ശരി, പറഞ്ഞാൽ ഇതെന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും. അതെ, മതവിശ്വാസം എപ്പോഴും നീ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏത് മതത്തിലാണ് മതത്തിന് വേണ്ടിയിട്ടല്ലാതെ ഇതുള്ളത്? ഇപ്പൊ രാവിലെ കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തിയതേ ഉത്തിഷ്ട കണസാഭൂതം ബുദ്ധരാജിതം ഇത് പറയുന്ന അത്രയും സ്പീഡൊന്നും ഇല്ലല്ലോ. അതൊരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇല്ലേ? നമുക്കത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം, ഇമ്പത്തിൽ അവർ പറയണത് കേൾക്കാൻ ഒരു പ്രത്യേക സുഖം. തർക്കമേ വേണ്ട, ആർക്കളം പറയണ്ട. എല്ലാ മതവിഭാഗങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ട ഒരു ഇത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചിലർക്കത് ഇഷ്ടമില്ലായിരിക്കുവേ, ചിലർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. 1.5 മിനിറ്റിലുള്ള ബാങ്ക്, അത് അശരീരി പോലെ കണ്ടാണ് കേൾക്കുന്നത്, അതും പ്രശ്നമാണെന്ന് അവർ പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള വേർഡാണ് അവരുടെ പ്രശ്നം. അത് ശരി. ഇനിയിപ്പോൾ വേണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ 10 കൽപ്പനകളുണ്ട്. 10 കൽപ്പനകളിൽ ഏതെങ്കിലും 10 കൽപ്പനയും പുറത്തേക്ക് കേൾക്കുന്നില്ല, അതിനകത്തല്ലേ പറയണമെന്ന് പറയണം. അതിനകത്താണെങ്കിൽ അവരത് പറയുന്നുണ്ടല്ലോ, എൻ്റെ യഹോവയല്ലാതെ വേറെ ആരും ഒരു ദൈവമായിട്ട് വെച്ചേക്കാനാ പാടില്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്താ ആതിരേക്ക് ഒന്ന് ചെകുത്തായി. അവൻ്റെ അടുത്ത് ഇപ്പം 10 കൽപ്പനയിൽ ഒരു കൽപ്പന എന്താണെന്ന് അറിയാം, വ്യഭിചരിക്കരുതെന്നാണ്. അവൻ വ്യഭിചരിച്ച്. ഇനി അതിനകത്ത് 9ാമത്തെ കൽപ്പന നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം പോയിന്റ് ശ്രദ്ധിച്ചോണം. 9ാമത്തെ കൽപ്പന പറയണത് എന്തുവാണ്? അയൽപക്കത്തെ അയൽക്കാരൻ്റെ ഭാര്യയെ പ്രേമിക്കരുതെന്നും വ്യഭിചരിക്കരുതെന്നും. അവൻ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് സ്ഥലമില്ലാതെ കടിഞ്ഞംകുളത്തം കണ്ടാ പോയി അവിടെ പോയി പ്രേമിച്ചു, അവിടെ പോയി വ്യഭിചരിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 10 കൽപ്പനകളെന്ന് പറയുമ്പോൾ ആ 10 കൽപ്പനകളിൽ ഒരെണ്ണം എൻ്റെ യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് തന്നെയാണുള്ളത്. അത് പിന്നെ എന്തുവാ പ്രശ്നം? ഇനി ഇവരുടെ ഇതിലേക്ക് വരാം. ഏത്? അള്ളാഹു അക്ബർ എന്നാണ് പറയുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സംഗതിയാണ് ശരി പ്രശ്നമെന്ന് ഇവർ പറയുന്നത്. പക്ഷേ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിനാണ് ഇവൾ പറയുന്നത്. എടാ പൊട്ടന്മാരെ, അത് മലയാളത്തിൽ പറഞ്ഞാലും ദൈവം വലിയവനെന്നാണ്. അതിപ്പോൾ ഏത് ദൈവം? നിന്റെ ദൈവത്തിന് തന്നെ ഞങ്ങൾ പറയണം, നീ എങ്ങനെയും കൂട്ടിക്കുക. അത് അറബിക്ക് പറയണമെന്നേ ഉള്ളൂ. അള്ളാഹു എന്ന വേർഡിന്റെ മീനിങ് തന്നെ ദൈവമെന്നാണ്, ദൈവം വലിയവനെന്നാണ് പറയുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുവെച്ചാൽ അള്ളാഹു അല്ല മറ്റൊരു ദൈവമില്ലാന്ന്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മറ്റതിനെ ഒന്ന് ടാലി ചെയ്ത് നോക്കുകയാണെങ്കിൽ, വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതായത് ഉത്തമ. അള്ളാഹു എന്ന് പറയുന്നത് നിങ്ങളുടെയും കൺസെപ്റ്റിലുള്ള ദൈവത്തിന് തന്നെയാണ്. അള്ളാഹു എന്ന വേർഡിന്റെ മീനിങ് തന്നെ ദൈവം എന്ന് തന്നെയാണ്. ഇനി എന്താണ് അടുത്ത് പറയുന്നത്? എല്ലാണ്ട് എഴുന്നേറ്റ് ഇങ്ങോട്ട് വരി, ഇവിടെ നിസ്കരിക്കാൻ സമയം, എഴുന്നേറ്റ് ഓടി വരി എന്നാ പറയുന്നത്. അല്ല ഒന്നുമില്ല, സുബൈക്ക് മാത്രം ഒരു വേർഡ് എക്സ്ട്രാ പറയുക, അസ്ലാത്ത് ഖൈറു മിനൻ നൗം എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടക്കുന്നതിനേക്കാൾ നല്ലത് വന്ന് പ്രെയർ ചെയ്യുന്നതാണ് എന്നാണ്. അതിനേക്കാൾ മഹത്തരം ഇതാണെന്ന് പറയും. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ കൊച്ചുനാളിൽ മനസ്സിലാക്കി വെച്ചിരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നവരെ എഴുന്നേറ്റ് വരും, നമുക്ക് നിസ്കരിക്കാൻ സമയമായി എന്നാണ് ആ വേർഡിന്റെ മീനിങ് എന്നാണ്. അങ്ങനെയൊക്കെയാണ് ഇത് പഠിപ്പിക്കുന്നതും നമുക്ക് മനസ്സിലായിട്ടുള്ളത്. 1.5 മിനിറ്റ് മാക്സിമം. ചിലരത് പാട്ടായിട്ട് പാടും. അത് ഞാൻ ചോദിക്കട്ടെ, യേശുദാസ് സാരി ഗാ മാ ഭ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്? എല്ലാവരും അത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അതേപോലെ നമ്മളെ ഡിസ്കോ ഡാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതിപ്പം അവർക്ക് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടോ? അങ്ങനെയില്ലല്ല. എൻ്റെ ഏഴിമല പൂഞ്ചോല അതെല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടോ? ഇല്ലല്ലോ. അത് വെറുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇഷ്ടം മറ്റുള്ളവരുടെ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. ഈ 1.5 മിനിറ്റ് കൊണ്ട് ഒരു കുന്തവും സംഭവിക്കാൻ പോകുന്നില്ല. കുത്തുമ വേണമെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അതും പക്ഷെ പൊട്ടന്മാരായിരിക്കും അതിനകത്ത് കയറി കളിക്കുന്നത്.
കുത്തുബ എന്ന് പറയുന്നത് പള്ളിയിലേക്ക് വന്നവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല പുറത്താരും കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക്. ആ പള്ളിയിലേക്ക് വന്നവർക്ക് കേൾക്കാൻ പള്ളിക്കകത്തൊരു ചെറിയ മൈക്ക് വെച്ചാൽ പെർസെൻറ്റേജ് ബാങ്ക് നിർബന്ധമില്ല. ഇപ്പൊ ഇവളും പറയുന്നുണ്ട് കാലാനുസൃതമായി പുരോഗമനം. എന്ത് പുരോഗമനോടി? നിന്റെ വാപ്പായെ നീ കഞ്ചാവ് വാപ്പാന്നാണ് വിളിക്കുന്നത്, അതേ വാപ്പാന്നാണ് വിളിക്കുന്നത്. കാലാനുസൃതമായി പുരോഗമനം എന്ന് കഞ്ചാവ് അടിച്ചിരിക്കുന്ന വാപ്പായെ കഞ്ചാവ് വാപ്പ എന്ന് വിളിക്കാൻ പറ്റും ഇല്ലല്ലോ. പിന്നെ ആരുടത്ത്? രാമേട്ടൻ്റെ ആൾക്കാർക്ക് അവരുടെ മെയിൻ പ്രെയർ എല്ലാം എടുത്തു വെച്ച് നോക്കുക, എല്ലാത്തിലും ബ്രാഹ്മണകുന്നവന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ മുമ്പ് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതല്ല, ഒരു കാര്യം കൂടെ പറയാം. ഈ ബ്രാഹ്മണന്മാർക്ക് ക്വാളിറ്റി, ബ്രാഹ്മണന്മാർക്ക് സ്വർഗം, ബ്രാഹ്മണന്മാർക്ക് ഉന്നതി, ബ്രാഹ്മണന്മാർക്ക് ഇതുണ്ടാകാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വിഭാഗമാണ് അത്. അവരുടെ അടുത്ത് പോയിട്ടാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്. അവിടെ ദൈവം പോലും ഇല്ല, അവിടെ ബ്രാഹ്മണക്കുന്നവർക്കാണ് വലിയ വാല്യൂ കൊടുക്കുന്നത്. ഇപ്പം രാമൻ്റെ ഒരു പ്രാർത്ഥനയില്ലേ നിങ്ങൾ വൈകുന്നേരം പിള്ളേരൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കില്ല, രാമ 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 ഭാഗ്യമ രാമപാദം ചേരന് മുകുന്ദ രാമ ഭാഗ്യമ, അങ്ങനെയല്ലേ പാടുന്നത്. പക്ഷെ അതിന് ശേഷം ഒരു സാധനമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് കേൾക്കേണ്ടത്. അതിനകത്തുണ്ട് രാമനാണോ വലുത്, ബ്രാഹ്മണക്കുന്നവനാണ് ബ്രാഹ്മണനാണോ വലുതെന്നുള്ളത് അതിനകത്ത് കൃത്യമായിട്ടുണ്ട്. ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി ജനിച്ചു വന്ന രാമ രാമ ഭാഗ്യമ എന്ന് വെച്ചാലേ, ഈ ബ്രാഹ്മണന്മാർക്ക് ഭൂമി എല്ലാം അങ്ങോട്ട് എല്ലാ സർവ്വസുഖങ്ങളും ബ്രാഹ്മണന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ജനിച്ചു വന്ന ഭാർഗവനായ രാമനിക്ക് പാഹിമ. ആ ലാസ്റ്റ് പോഷൻ വായിക്കത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർ വായിച്ചാൽ അന്നും കൂടെ വായിക്കുള്ളൂ, പിന്നെ വായിക്കില്ല. ബ്രാഹ്മണന്മാർക്ക് സുഖം ഉണ്ടാവാനാണോ? പശുവിനും ബ്രാഹ്മണനും സുഖമാണെങ്കിൽ നമുക്ക് സുഖം. അതൊക്കെ പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തിരുന്നത്. അന്നൊക്കെ ഇതൊക്കെ പറയുന്നതും അവരൊക്കെ തന്നെയായിരുന്നു. ഇന്നൊന്നും ഉള്ളവർക്ക് ഇത് അറിയത്തില്ല, അത്രേ ഉള്ളൂ. ഇനി അതിലേക്കൊന്നും പോകുന്നില്ല, മറ്റേ ടീമിൻ്റെ എടുക്കാം. ഹാലിലെ സൂത്രം കർത്താവേ സൂത്രം. അയ്യോ എന്തുവാ പ്രെയർ? അവരെ 10 കൽപ്പന വായിച്ചാൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ വിഭാഗത്തിലും ഇവരായാലും അവരായാലും മറ്റവരായാലും എല്ലാവർക്കും അവരവരുടേതായ പ്രെയറുകളുണ്ട്. ഈ പ്രെയറുകളൊക്കെ തന്നെ അവരുടെ സമൂഹത്തിനോട് പറയുന്നതാണ്. ഇപ്പോൾ ഇസ്ലാമിയരുടെ ബാങ്ക് 1.5 മിനിറ്റ് ബാങ്ക് നിർത്തലാക്കണമെന്ന് ഇവൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അപ്പുറത്തുള്ളവർ സ്വാഭാവികമായി എടുക്കുന്നൊരു ഡിസിഷനുണ്ട്. ഇതുവരെ അറിയാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളുടെ ബാങ്ക് വേണ്ട എന്ന് ഒരു റിപ്പോർട്ട് പോയാൽ ആ നാട്ടിലുള്ള എല്ലാവരും ഐക്യകണ്ഠമായിട്ട് ഇപ്പുറത്തെ ഒരൊറ്റ എറണം ഒരു സാധനത്തിനും മൈക്ക് വയ്ക്കാൻ സമ്മതിക്കരുത്. ഇതിന് കോടതി പോകണ്ട, പോലീസ് വിളിച്ചു പറഞ്ഞാൽ മതി, പോലീസ് ഒരു മൈക്കൂരി കൊണ്ടുപോകും. 10 വട്ടം അങ്ങോട്ട് ചെയ്യണം. ഇതാണ് അവളും ആഗ്രഹിക്കുന്നത്. സിമ്പിളി ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യണമെന്നല്ല ചാടിക്കണ്ട്, പക്ഷെ അതാണ് അവൾ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് 1.5 മിനിറ്റ് ബാങ്ക് കേട്ടില്ലെങ്കിലും ഒന്നുമില്ല, നമുക്ക് ആ സമയം അറിയാം, നമ്മളത് അനുസരിച്ച് ചെയ്തോളൂ. ഇപ്പം എല്ലാം അപ് ടു സെക്കൻഡാണ്. അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചാൽ മതി. പക്ഷേ ഈ ഒരു നിയമത്തിനെ കുറിച്ച് ഊന്നി പറയുമ്പോഴും ഈ ഒരു നിയമത്തിനെ കുറിച്ച് ഒത്തായിട്ട് പറയുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തുള്ളവർ വെക്കുന്ന ഈ മൈക്കുകൾക്കെതിരെ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുക്കും. ഇപ്പോൾ അമ്പലത്തിലെ ഉത്സവം ഭയങ്കര സൗണ്ടാണ് അല്ലേ, ബുദ്ധിമുട്ടാണ്. മിക്കവാറും കുട്ടികൾ പഠിക്കുന്നിടത്ത് ഭയങ്കര ബുദ്ധിമുട്ട്. 1.5 മിനിറ്റും അല്ല, മണിക്കൂർ കണക്കിന് വാളം വയ്ക്കുന്നത് കേൾക്കാം. പക്ഷെ ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യോ? ഇല്ല. എന്തുകൊണ്ട് ചെയ്യത്തില്ല? മതമൈത്രി. അപ്പം അത് നിങ്ങൾക്ക് മാത്രം നിർബന്ധമുള്ളതല്ല, അവർക്കും കൂടെ നിർബന്ധമാണ്. വേണ്ടേ? അവർ ഈ 1.5 മിനിറ്റിനെ എൻ്റർടൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% നമ്മളിപ്പുറത്ത് നിന്നുകൊണ്ട് അതിനെ എതിർക്കും. വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ കൃത്യമായ കലാപ ആഹ്വാനം കൊടുക്കുന്നു എന്നുള്ളത് തെളിയിക്കാനുള്ള വാദഗതിയാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിയർക്ക് കോടതി മുറിയിലേക്ക് നല്ലൊരു വക്കീലിനെ പറഞ്ഞു വിട്ടാൽ കൃത്യമായി ഈ സ്ത്രീ കൊടുത്തത് 153A പ്രകാരം ഇതിനെ പിടിച്ച് അകത്തിടേണ്ട കേസ്, അവിടെ ചാല് പൂട്ടിക്കേണ്ട കേസാണ് ഈ പറയുന്നത്. ഈ നിയമം ഇവിടെ പാസ്സായിട്ട് എത്ര കാലമായി? UAയിലുണ്ടായി, UPയിലുണ്ടായി എന്നൊക്കെ പറയുന്നില്ല. ഇന്ത്യയിലൊന്നടങ്ങ് സുപ്രീം കോടതി തീരുമാനിച്ച ഒരു നിയമം വന്നിട്ടുണ്ട്. ആ നിയമപ്രകാരം ഇവിടെ ഇതേപോലുള്ള പബ്ലിക് ന്യൂസൻസിനെതിരെ നമുക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാം. അത് നമ്മൾ കേസിന് പോകണ്ട, പരാതി മാത്രം വിളിച്ച് പോലീസിനെ പരാതി. ഇപ്പം നാട്ടു റോഡിലെടുത്താൽ കള്ളും കുടിച്ചിട്ട് തുണി പൊക്കി കാണിക്കുന്നത്, നമ്മൾ പെറ്റീഷൻ ഒന്നും കൊണ്ടുപോകണ്ട, പോലീസിനെ വിളിച്ചു പറഞ്ഞാൽ പബ്ലിക് ന്യൂസൻസ് ആണ്, അവനപ്പോഴേ പിടിച്ചോണ്ട് പോകും, പോലീസ് സ്വമേധയാ കേസ് എടുക്കും. സെയിം തിങ് തന്നെയാണ് ഇത്. മൈക്കൂരി കൊണ്ടുപോകും, ഫൈനും എഴുതി കൊടുക്കും. എത്ര വട്ടം ഫൈൻ അടയ്ക്കും? അപ്പം അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവർ പലപ്പോഴും വന്ന് പള്ളി പൊളിക്കുന്നതും അതിന് തന്നെയാണ്. എന്തിനാണ്? പള്ളി പൊളിച്ചാൽ നമുക്ക് എവിടെ ഹേർട്ട് ചെയ്യും? നമുക്കത് ഹേർട്ട് ചെയ്യാത്ത ഒരു മേഖലയാണെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇത് ശബരിമലയുടെ കേസ്, ഇവളും കൂടെ വായ്ത്താളം അടിച്ചു. നമ്മളെല്ലാവരും എന്താ പറഞ്ഞേ? പൊളിച്ചോണ്ട് പോടാ, ആർക്ക് വേണം കൊണ്ടുപോടാ എന്നല്ലേ പറഞ്ഞത്. ആ ഒരു ഇത് ഇവർക്കില്ല. ഇവരെ പറ്റിക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. ആരെ? ഈ ഹിന്ദുമത വിശ്വാസികൾ എന്ന് ഇവർ അവകാശപ്പെടുന്ന സംഘികൾ ആണ് അവർ പറ്റിക്കുന്നത്. ഇവന്മാർ വിചാരിക്കുന്ന ബാങ്ക് വിളി നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് ഇളകാം. നമുക്ക് ഇളകില്ല. പക്ഷെ തിരിച്ച് നമ്മൾ ചെയ്താൽ നിങ്ങൾ തോൽക്കും, തീർത്ത് കെട്ടും. കാരണം നിങ്ങൾക്കും പറ്റില്ല. മതേതര രാജ്യമാണ്. ആ മതേതരത്വം ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നിടം വരെ ഓക്കെ, ഇസ്ലാം മത വിഭാഗത്തിലുള്ളവർ കൺട്രോൾ ചെയ്യിടം വരെ ഓക്കെ. അവർ തിരിച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പുറത്ത് പണി കിട്ടും. ആ ബോധം അവൾക്കുണ്ട്, നമുക്കുമുണ്ട്. ഈ ബോധമില്ലാത്ത ആർക്കാണ്? ശങ്കികൾക്കാണ്. അവർക്ക് ഒറ്റ ചിന്തയുള്ളൂ. ചായടിക്കാരനാണ് ഇവിടുത്തെ പ്രധാനമന്ത്രി. ചായടിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അങ്ങോട്ട് കിട്ടിക്കോളും എന്നാണ് വിചാരിക്കുന്നത്.
അയാളെ അവിടെ ഇരുത്തിയതും നമ്മളാണെന്നുള്ള ബോധമുള്ളവരായതുകൊണ്ട്, ബോധം കൂടുതലുള്ളത് കൊണ്ടാണ് മൗനമായിട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ നിയമം എന്താണെന്നും ഒരു ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര പവർ ഉണ്ടെന്നും ആ പവർ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇൻ റിട്ടേൺ തിരിച്ചു വാങ്ങിക്കാൻ പറ്റുന്നു, 5 വർഷത്തിലൊരിക്കൽ തന്റെ കഴിവ് അവിടെ പ്രകടിപ്പിച്ചാൽ മാത്രമേ അവിടെ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളത് സാമാന്യ ബോധം. ആ ബോധമുള്ളവർ തീർച്ചയായിട്ടും മൗനമായിട്ടിരിക്കും. അല്ലാത്തവരെന്ത് ചെയ്യും? ബഹളം വയ്ക്കും. അപ്പൊ ഇവൾ പറയുന്നത് കേട്ടുകൊണ്ട് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഇവിടെ എങ്ങും ഒരു വിലക്കുമില്ല. ബാങ്ക് വിളിക്ക് ഒരു പ്രശ്നവുമില്ല. കളവാണ് ഈ സ്ത്രീ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ ഒരു സംഗതി ഇവിടെ ഇല്ല. ചുമ്മാ പറയുന്ന കാര്യമാണ്. ഒരാളും വിശ്വസിക്കാനും ഇതിനുമായിട്ട് പോകണ്ട. അതേപോലെ സംഖ്യകൾ, എനിക്കറിയാം സംഖ്യകളെ നീ എന്നെ വായി നോക്കുന്നു. നിങ്ങളെ നല്ല 8 നില പട്ടിക്കാണ് മന്ദബുദ്ധിയും IABC ചാനലും. ഈ വായ്ത്താളവും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് റിവേഴ്സ് അടിയായിരിക്കും. അതും ഒരു കാര്യം കൂടെ ഞാൻ വീണ്ടും ചരിത്രം പറയുന്നതല്ല, റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ചരിത്രത്തിൽ എണ്ണത്തിലല്ലായിരുന്നു കാര്യം. ആളുകൾ എത്രയുണ്ട് എന്നുള്ളതല്ല, അവരുടെ കേപ്പബിലിറ്റിക്കാണ് വാല്യൂ. നമ്പർ അല്ല എണ്ണുക. ആ ഉള്ള നമ്പർ കാര്യക്ഷമത ഉള്ളവരാണോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പിള്ളേർക്ക് എഡ്യൂക്കേഷനും ഉണ്ട്, ഫിനാൻഷ്യലി സൗണ്ടാണ്, അവർ വിചാരിച്ചാൽ നടക്കും. പക്ഷെ അങ്ങനെയൊന്നും വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ റീസൺ അവരുടെ മതേതര ബോധം തന്നെയാണ്. ആ ബോധം ഇല്ലാണ്ടാക്കാൻ ഇതുപോലുള്ള പൂക്കുറ്റികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ പൂക്കുറ്റിക്ക് കൊടുക്കേണ്ട അവഗണന നിങ്ങൾ കൊടുക്കാത്തിടത്ത് നിങ്ങൾ ആ ചാനലിലെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് അവളെടുത്ത് പറയാൻ പറഞ്ഞാണ്. അവൾ അന്ന് നിർത്തു, ഈ സാധനം ചലഞ്ചാണ്. അവളോട് മോണിറ്റൈസേഷൻ കൊടുക്കണ്ട, അവളെടുത്ത് 1 മാസം ചെയ്യാം, പോട്ടെ ഒരാഴ്ച ചെയ്യാൻ പറ. ഒരാഴ്ച മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ടിട്ട് അവൾ ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ ഈ കപട യുക്തിവാദി ഒരാഴ്ച ചെയ്യട്ടെ. ചെയ്യൂല. ഇത് അവക്ക് ഞമ്മിനുള്ള പൈസയാണ്. ആ പൈസ നിങ്ങളെ പറ്റിച്ച് അവക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഈ നാട്ടിലെ മതേതരത്വവും ഐക്യവും നഷ്ടപ്പെടുത്താൻ ഇതുപോലുള്ള കുറെ കൂറ സ്ത്രീകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ സ്ത്രീ മാത്രമല്ല, ഇവളെ കൂടെ ഉണ്ടായിരുന്ന ഇവളുടെ കാമുകൻ, ഇപ്പം അവിടെ പോയി കിടക്കുന്ന അലവലാതി, അവൻ ഉൾപ്പെടെ ഉദ്ദേശം പണം മാത്രമാണ്. ഫണ്ട് ഇല്ലെങ്കിൽ അവന്മാർക്ക് ആർക്കും നാട് നന്നാക്കണ്ട, അത് മനസ്സിലാക്കുക. ഇവിടെ ബാങ്ക് വിളിക്കുന്നതോ കൗസല്യ സുപ്രജ കേൾക്കുന്നതോ പള്ളി മണിയോ ഒന്നും ആർക്കും ഒരു അരോചകത്വം തോന്നാറില്ല. എനിക്കൊന്നും ഒരു പ്രോബ്ലം തോന്നാറില്ല. ബാങ്ക് വിളിക്കണ കേട്ടാലും ഒന്നും തോന്നാറില്ല. ഇത് കേട്ടില്ലെങ്കിൽ നമുക്ക് രാവിലെ 5 മണിക്ക് ഇത് കേട്ടാലാണ് ഉറക്കം എഴുന്നേക്കാൻ ഒരു സ്വസ്ഥതയും അതേപോലെ ഒരു നൊസ്റ്റാൾജിയും ഒക്കെ വരുന്നത്. അതിനപ്പുറം ഒരു മനുഷ്യർക്കും ഇതൊരു പ്രോബ്ലം ഉള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഇവൾ ഇത് പ്രോബ്ലം ആക്കുമ്പോൾ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹിയാണ് ജാമിത. രാജ്യദ്രോഹപരമായി പൊതുസമൂഹത്തിലേക്ക് സ്പർദ്ധതയുണ്ടാക്കുന്ന കാര്യങ്ങൾ നിത്യേന ഇരുന്ന് വിളമ്പുന്ന ഈ സ്ത്രീക്കെതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൗരന്റെ കടമ. അതില്ലാത്തത് നമ്മുടെ കുറ്റമല്ല. നിങ്ങൾ പിന്മാറി പോകുമ്പോൾ അവളാരും മൈൻഡ് ചെയ്യണോ? അവൾ ആരെങ്കിലും മൈൻഡ് ചെയ്താലോ അതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ചെറുതായിട്ട് ചിന്തിച്ചൂടെ? പണ്ടത്തെ കാലമല്ല ഇപ്പോൾ. പണ്ട് ഇത്രയും സ്പർദ്ധതയില്ല, ഇത്രയും പ്രോബ്ലം ഇല്ല. പക്ഷേ ഇപ്പോൾ ഉണ്ട്. പേരുകൾ ചോദിച്ചിട്ട് നമ്മൾ സൗഹൃദം വയ്ക്കുന്ന നിലയിലേക്ക് നമ്മൾ തരം താന്നിരിക്കുന്നു എന്നുള്ളതാണ്. സിനിമകൾ മൂലം മറ്റ് പല ഇടങ്ങളിൽ കൂടെയാണ് ആളുകൾ ഇങ്ങനെ ഒരു വൃത്തികേട് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മാറ്റി കൊണ്ടുപോകുന്നത്. പക്ഷെ വീണ്ടും അതിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ പൗരന്മാരെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അവിടെയുണ്ട്. കള്ളം പറയാതെടി കാമി, സത്യം നീ പറ. നിനക്കെതിരെ വീഡിയോയെ ചെയ്യില്ല, നീ കളവ് പ്രചരിപ്പിക്കുന്നതിന് പ്രശ്നം. UP എങ്ങാണ്ട് എന്തോ ഒന്ന് നടന്നു എന്നാ പറയണം. നമ്മളാരും അന്വേഷിക്കത്തില്ല. ഏത് അപ്പീലാണ് പോയത്, അപ്പീൽ നമ്പർ എത്ര, ഫയൽ ചെയ്ത കേസ് നമ്പർ എത്ര, അത് വെച്ചിട്ട് നീ സംസാരിക്കും. വായ്ത്താളം അടിക്കാതെ കൃത്യം തെളിവ് വെച്ചിട്ട് നീ കൊണ പറ, കേൾക്കാം. ഈ നിയമം 20 വർഷം മുമ്പേ ഇവിടെ പ്രാബല്യത്തിലാണ്. ആർക്ക് വേണോ കംപ്ലൈന്റ് ചെയ്ത് റിപ്പീറ്റ് പറയുന്നത് വീണ്ടും മനസ്സിലാക്കാൻ. നോണ പറയുന്ന കള്ള നൊണച്ചി കാഫിർ കാമിത. ടച്ച് ഇറ്റ്.